ഹായ് ഫ്രണ്ട്സ്, മാജിക് ഫീസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാ ദിവസവും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുകയെന്ന്. ഓക്കെ, അപ്പോൾ അതുപോലെ മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു പാൻ കേക്കാണ്. ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ 2 പഴം പുഴുങ്ങിയതെടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. പഴത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം 2 പഴവും മുട്ടയും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ കുറച്ചായിട്ടിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇളക്കി യോജിപ്പിക്കാം. ഇത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി അതിലേക്ക് പാല് ചേർക്കണം. നമുക്കൊരു ദോശയുടെ ഒക്കെ ആ ഒരു പരുവത്തിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇത് കുറച്ചായിട്ട് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി പകരമായിട്ട് നമുക്ക് വെള്ളവും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനിത് പാന് ചൂടാക്കിയതിന് ശേഷം ചുട്ടെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതിന് മുകളിൽ ഒരു ബബിൾസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവും. ഞാനിത് അടിച്ചെടുത്ത സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല. ഇനി പഞ്ചസാര ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഴവും മുട്ടയൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര കൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഓരോന്ന് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ബബിൾസൊക്കെ വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പാൻ കേക്കിൻ്റെ മുകളിലേക്ക് ഇടാനായിട്ട് കുറച്ച് പഞ്ചസാരയും അതുപോലെ പട്ടയും കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ചെറിയ കഷ്ണം പട്ടയും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ചൂടോടെ തന്നെ ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.